ക്ലാസ് തുടങ്ങിയോ? ഇല്ല, തുടങ്ങിയിട്ടില്ല കേട്ടോ. ഇപ്പൊ സാർ ഇപ്പൊ വരും, ഒന്ന് വെയിറ്റ് ചെയ്യണേ. കേൾക്കാമോ? സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം സർ. നയന, ദിനേശ്, റുക്സാന. ഓക്കെ. രമ്യ, സഞ്ജിത്ത് കേൾക്കാം. എല്ലാ ആൾക്കാർക്കും കേൾക്കാം. ഷൈജ, നിജിഷ കേട്ടില്ല. എന്താണ്? ഇപ്പോ സൗണ്ട് ഉണ്ടോ? എന്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ട്. കേൾക്കുന്നുണ്ട് സാർ. എന്താണ്? കേൾക്കുന്നുണ്ട് സാർ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് എന്താണ് GK ആൻഡ് കറണ്ട് അഫയേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഏകദേശം 8-9 ക്ലാസ് ഒക്കെ തന്നെ അതിന്റെ ലൈവ് വന്നിട്ടുണ്ട്. അപ്പോ എന്താണ് HSA പരീക്ഷയ്ക്കൊക്കെ എങ്ങനെയാണ് ചോദിക്കുന്നത് എന്നൊക്കെ നോക്കിയിട്ട് കൃത്യമായിട്ട് പഠിക്കുക. ഓരോരോ ക്വസ്റ്റ്യൻസ് എങ്ങനെ നമുക്ക് പഠിച്ചെടുക്കാം. കൂടുതലും ചോദിക്കുന്ന റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ്, ഇന്ത്യൻ ഹിസ്റ്ററി നല്ലതുപോലെ ചോദിക്കുന്നുണ്ട്. പിന്നെ കറണ്ട് അഫയേഴ്സ് ചോദിക്കും, ജനറൽ നോളജ് കുറെ ചോദിക്കും. എല്ലാം കൂടി നമുക്ക് മാക്സിമം ഇങ്ങനെ പഠിച്ചു പോവാം. എവിടെ നിന്ന് ചോദിക്കുമെന്ന് അറിയില്ല, എങ്കിലും PSC ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. എല്ലാവർക്കും ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും ഓണമൊക്കെ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തോ? ഓണം നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തു, നന്നായിരുന്നു. ഇന്ന് എന്താണ്? ശിവരാത്രിയാണല്ലേ? ശ്രീകൃഷ്ണ ജയന്തി. സോറി, ശ്രീകൃഷ്ണ ജയന്തി. മറന്നുപോയി. ഇതൊന്നും അങ്ങോട്ട് എനിക്ക് കിട്ടുന്നില്ല. കാരണം ഈ ലോക്ക്ഡൌണും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്താഘോഷം. മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറഞ്ഞ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ആഘോഷങ്ങളൊന്നും തന്നെ അങ്ങനെ അധികം ഇല്ല. അതാണ് ഒന്നാമത്തെ പ്രശ്നം. കുഴപ്പമില്ല, എങ്കിലും എല്ലാ ആൾക്കാരും വീട്ടിലൊക്കെ ആഘോഷിച്ചോളുക. സാറേ, സൗണ്ട് പോരാ കേട്ടോ. ഇത്തിരി ഒന്ന് വോളിയം കൂട്ടാൻ പറ്റുമോ? എങ്ങനെ വോളിയം കൂട്ടണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്?
എങ്ങനെ കൂട്ടണം ഇപ്പോഴാ? കേക്കാം, പക്ഷെ വോളിയം കുറവായിട്ടാ എനിക്ക് തോന്നുന്നത്. ഒന്നുകിൽ നിങ്ങളുടെ ഈ ഫോണിലല്ലേ എല്ലാ ആൾക്കാരും കേൾക്കുന്നേ? വോളിയത്തിലാണ്, പക്ഷെ അതെ, ഫുൾ വോളിയം അല്ലെ. ചൈന ഫോണൊക്കെ മേടിച്ച് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന വോളിയം ഒന്നും നിങ്ങൾ കേൾക്കൂല. അതാണ്, നല്ല ഫോൺ വാങ്ങണം കേട്ടോ. അതേ നടക്കുള്ളൂ. വോളിയം ഉണ്ട്. സുജിന മെസ്സേജ് അയച്ചിരിക്കുന്നു, നല്ല വോളിയം ഉണ്ട്. അപ്പൊ സുജിനയുടെ നല്ല ഫോണും ഇപ്പൊ ആരാണോ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ചൈന പീസും. ഓക്കെ 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 ഓക്കെ. അപ്പം എന്താണ്, നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. കഴിഞ്ഞൊരു മുമ്പ് HSIക്ക് ഒരു പരീക്ഷ നടന്നിരുന്നു, പക്ഷെ അത് മലയാളത്തിലാണ്. എന്താണ്, സിംഗ് ടീച്ചറോ അങ്ങനെ എന്തോ, ഹൈസ്കൂൾ അസിസ്റ്റന്റ് എന്നും പറഞ്ഞിട്ട്, ഹൈസ്കൂൾ എന്നും പറഞ്ഞിട്ട് എന്താണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് 2-3 ചോദ്യങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. കൂടുതൽ SCERT ടെക്സ്റ്റ് ബുക്ക് കൂടുതൽ പഠിക്കുക. സോഷ്യൽ സയൻസിന്റെ SCERT ടെക്സ്റ്റ് ഒന്ന് പഠിച്ചാൽ മതി കേട്ടോ. അപ്പം അതിലൊരു ചോദ്യം ഇങ്ങനെയാണ്: ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ക്ലാസ് മുറികളിലാണ് എന്ന് അഭിപ്രായപ്പെട്ട കമ്മീഷൻ ഏതാണ്? കോത്താരി കമ്മീഷൻ. കോത്താരി കമ്മീഷൻ, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ, UGC. അപ്പൊ നമുക്ക്, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടന്റ് സാധനം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ കോത്താരി കമ്മീഷൻ ആണ്. കോത്താരി കമ്മീഷൻ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. കോത്താരി കമ്മീഷൻ ഒരു എന്താണ്, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ രൂപീകരിച്ച കമ്മിറ്റിയാണ് ഈ പറയുന്ന കോത്താരി കമ്മീഷൻ. കോത്താരി കമ്മീഷൻ രൂപീകരിക്കുന്ന തീയതി എന്നാണ്? 964 ജൂലൈ 14 എന്നാണ്. 964 ജൂലൈ 14 കോത്താരി കമ്മീഷൻ ഫോം ചെയ്യുന്നത്. എത്ര വർഷം? വെറും ഒരു 2 വർഷത്തിനടുത്ത് മാത്രമേ കോത്താരി കമ്മീഷൻ പ്രവർത്തിച്ചുള്ളൂ. 2 വർഷം. ജൂൺ 29, 966 ആയപ്പോ പിരിച്ചുവിടുകയും ചെയ്തു. 64-നും 66-നും ഇടയിലാണ് ഈ കമ്മീഷന്റെ പ്രവർത്തനം. ശരിക്കും ഇതിന്റെ തലവനായിട്ടിരുന്നത് ദൗലത് സിംഗ് കോത്താരി ആയിരുന്നു. അദ്ദേഹം അന്നത്തെ UGCയുടെ തലപ്പത്ത്, അന്നത്തെ യൂണിവേഴ്സിറ്റി ആൻഡ് ഗ്രാന്റ്സ് കമ്മീഷന്റെ തലപ്പത്തിരുന്നു. അദ്ദേഹത്തിനെ തന്നെയാണ് ശരിക്കും എന്ത് ചെയ്തത്, ഈ പറയുന്ന രീതിയിൽ ചെയ്തത് എന്നുള്ളത്. ഈ UGC നിയമമായി മാറുന്ന വർഷം എന്നാണ്? UGC നിയമമായിട്ട് ഇന്ത്യയിൽ സ്റ്റാറ്റ്യൂട്ടറി പദവി കൊടുക്കുന്ന എന്നാ? UGC 1953. യൂണിവേഴ്സിറ്റി കമ്മീഷൻ 1956-ലാണ് കേട്ടോ. 53-ൽ UGC നിലവിൽ വന്നു. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ നിലവിൽ വന്നു. അതിന് പിന്നീട് ഇന്ത്യൻ പാർലമെന്റ് അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആക്കുന്നത്. മൗലാന അബ്ദുൽ കലാം ആസാദ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഇതിനെ നിയമമായിട്ട് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കി. അങ്ങനെയാണ് അത് വരുന്നത്. കോത്താരി കമ്മീഷൻ വാസ് ദ 6th commission in India post independence, but it was the first commission mandated to comprehensively deal with education sector of India. ശരിക്കും ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഇന്ത്യയിലെ 6ാമത്തെ കമ്മീഷനാണ്. അഡ്ഹോക്ക് കമ്മീഷൻ എന്നാൽ എന്താണ്? അഡ്ഹോക്ക് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പകരമായിട്ട്. മനസ്സിലായോ? അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നമ്മളെ വേണ്ടപ്പെട്ട കാര്യത്തിന്, ഇപ്പൊ അഡ്ഹോക്ക് ജഡ്ജ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ടേമാണ് ഈ പറയുന്ന അഡ്ഹോക്ക്. അതായത് പകരം, അഡീഷണൽ ആയിട്ട്. അത് ഈ പറയുന്ന നമ്മുടെ ഈ സ്റ്റാറ്റ്യൂട്ടറി കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് നമ്മൾ പറയുന്നതിനാണ്. അതായത് നിയമപരമായിട്ടുള്ള സാധനം. ഓക്കെ, അടുത്ത കോത്താരി കമ്മീഷൻ, അതായത് ഇന്ത്യയിലെ 6ാമത്തെ കമ്മീഷനാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം. പക്ഷേ വളരെ വിശാലമായിട്ട് വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ കമ്മീഷനാണ് കോത്താരി. ഇന്ത്യയിൽ അതിനു മുമ്പ് ഡോക്ടർ S രാധാകൃഷ്ണൻ കമ്മീഷനും അങ്ങനെ പല കമ്മീഷനും വന്നിട്ടുണ്ട്. ബട്ട് എന്താണ്, വളരെ വിശാലമായിട്ട് കോംപ്രഹെൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു കാര്യത്തെ പറ്റി ഊന്നി പറയാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രം വന്നതാണ് ഈ പറയുന്ന കോത്താരി കമ്മീഷൻ. മറ്റേന്ന് പറഞ്ഞാൽ ഹയർ സെക്കൻഡറി മേഖല.
അതോടൊപ്പം തന്നെ എന്താണ് ഈ പറയുന്ന മറ്റേതെങ്കിലും ഈ ടെക്നിക്കൽ മേഖല, അങ്ങനെയൊക്കെയാണ് ഇതിനു മുമ്പുള്ള കമ്മീഷൻ. ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ടോട്ടൽ എഡ്യൂക്കേഷനെ പറ്റിയിട്ട് വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ 6th പോയിന്റ്, ദ കോത്താരി കമ്മീഷൻ ഹാഡ് എ കോർ ഗ്രൂപ്പ് ഓഫ് 20 മെമ്പേഴ്സ്. ശരിക്കും കോത്താരി കമ്മീഷൻ ഒരു 20 മെമ്പേഴ്സിന്റെ കോർ ഗ്രൂപ്പാണ്. 20 അംഗങ്ങൾ അടങ്ങുന്ന ഒരു കോർ ഗ്രൂപ്പ് ആയിട്ടാണ് ഇത് പ്രവർത്തിച്ചത്. The commission took a consultation from a panel of 20 overseas consultants who were based out the USA, UK, Japan, France, Sweden. They were expert in the education domain. അപ്പൊ അന്ന് കോത്താരി കമ്മീഷൻ എങ്ങനെയാ പ്രവർത്തിച്ചത്? 20ഓളം കോർ ഗ്രൂപ്പിനെ എടുത്തിട്ട് എന്ത് ചെയ്തു? അത് വിദേശ രാജ്യങ്ങളിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കൺസൾട്ടന്റുകളെയാണ് എടുത്തത്. എന്നിട്ട് അതിൽ USA, UK, ജപ്പാൻ, ഫ്രാൻസ്, സ്വീഡൻ ഈ മേഖലകളിൽ നിന്നുള്ള വിദ്യാഭ്യാസ മേഖലയിലെ എക്സ്പേർട്ടുകളെ വെച്ചിട്ടാണ് ശരിക്കും എന്ത് ചെയ്തത്? ഈ കോത്താരി കമ്മീഷൻ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചത്. In a span of 21 months, the commission had interviewed 9,000 people who were working as scholars, educators and scientists. അപ്പോൾ ഏകദേശം 21 മാസങ്ങൾ കൊണ്ട് മൊത്തം 900 വ്യക്തികളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കോളേഴ്സ് ഉണ്ട്, അധ്യാപകരുണ്ട്, സയന്റിസ്റ്റുകളുണ്ട്. ഇവരുടെ കയ്യിൽ നിന്നെല്ലാം തന്നെ എന്ത് ചെയ്തേ? നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു. അങ്ങനെ കോത്താരി കമ്മീഷൻ 29 ജൂൺ 1966 അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന MC ജഗ്ലഗി എന്ത് ചെയ്തു? ഈ പറയുന്ന രീതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. അന്ന് തന്നെ പിരിച്ചും വിട്ടു. ഇനി ആ റിപ്പോർട്ട് നമുക്ക് വേറെ എപ്പോഴെങ്കിലും പഠിക്കാം. അതായത് കോത്താരി കമ്മീഷൻ വിദ്യാഭ്യാസത്തെ കുറിച്ച് മുന്നോട്ട് വെച്ചിട്ടുള്ള റിപ്പോർട്ട്, അത് വേറെ ഏതെങ്കിലും ഒരു ഇതിന്റെ പ്രധാനപ്പെട്ട നമ്മൾ ഇന്ന് ഈ പഠിക്കുന്ന പാറ്റേൺ കോത്താരി കമ്മീഷന്റെ പാറ്റേൺ ആണ്. അതായത് 10ാം ക്ലാസ്, +2, +3 അങ്ങനെ നമ്മൾ എന്താണ് ഈ പറയുന്ന രീതിയിൽ ഈ പാറ്റേണിലാണ് നമ്മുടെ വിദ്യാഭ്യാസ രീതി തന്നെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോ മാറ്റുന്ന പുതിയ കമ്മിറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഏതാണ് പുതിയ വിദ്യാഭ്യാസ നയം? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ? NEP. ആരായിരുന്നു അതിന്റെ ചെയർമാൻ? പുതിയ കസ്തൂരി രംഗൻ. കസ്തൂരി രംഗന്റെ നേതൃത്വത്തിലാണ് പുതിയ. എങ്ങനെയാണ് അതിന്റെ ഫോർമാറ്റ്? എങ്ങനെയാണ്? 5 plus 3 plus 4 അല്ലേ? അങ്ങനെയാണ് ഇപ്പൊ പുതിയത്. ഇതിനു മുമ്പ് 10 + 2 + 3 ആയിരുന്നേ. ഓക്കെ, അപ്പൊ അതാണ് കോത്താരി കമ്മീഷൻ എന്നുള്ളത് ഓർത്തുകൊള്ളുക. അടുത്ത ചോദ്യം, which one of the following constitutional authorities inquiries and decides in case of doubts and disputes arising of election of president and vice president of India? നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട ഇലക്ഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പരാതികളോ ഉന്നയിക്കുന്നത് എവിടെയാണ്? സുപ്രീം കോടതിയിൽ ഉന്നയിക്കണം, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ ഉന്നയിക്കണം, പാർലമെന്റിൽ ഒരു കമ്മിറ്റി ഉണ്ട്, പാർലമെന്ററി കമ്മിറ്റി, ആ കമ്മിറ്റിയിൽ ഉന്നയിക്കണം, ഡൽഹി ഹൈക്കോർട്ടിന്റെ പരിധിയിൽ വരും. എവിടെയാണോ ഇലക്ഷൻ നടക്കുന്നത് അതിന്റെ പരിധിയിൽ വരും. അപ്പൊ എവിടെയാണ് ഈ പറയുന്ന രീതിയിൽ ഇലക്ഷൻ ഡിസ്പ്യൂട്ട്സ് ആൻഡ് ഡൗട്ട്സ്? ഇതിൽ എവിടെയാണ് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ? ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിലായിരിക്കണം സുപ്രീം കോടതിയും പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ടുകൾ എന്ന് പറയുന്നത് എവിടെയാണ്? അത് നമ്മുടെ സുപ്രീം കോടതിയിലായിരിക്കണം എന്നതാണ്. നമുക്കറിയാം, നമ്മൾ ഇപ്പോ ഒരു തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഈ 2 തെരഞ്ഞെടുപ്പ്, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് വേറെയാണ്. നിയമസഭ, ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഈ 2 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരാൾ ഒരു പരാതിയുമായിട്ട് എവിടെയാണ് പോകേണ്ടത്? ഇലക്ഷൻ, ഞാൻ ഓപ്ഷൻ തരാം, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഇലക്ഷൻ ട്രൈബ്യൂണൽ, അതോടൊപ്പം തന്നെ രാഷ്ട്രപതി, സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, ഹൈക്കോടതി അല്ലെങ്കിൽ
ഡിസ്ട്രിക്ട് കോർട്ട് ഇതിൽ എവിടെയാണ് പോകേണ്ടത്? ഇലക്ഷൻ കമ്മീഷൻ ആണോ? ഇലക്ഷൻ കമ്മീഷൻ. നിയമസഭാ തെരഞ്ഞെടുപ്പോ അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പോ നടക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ എവിടെയാണ് കൊടുക്കേണ്ടത്? അതിന്റെ ഉത്തരം ഹൈക്കോടതി. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഓരോരോ സംസ്ഥാനത്തല്ലേ, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഓരോരോ സംസ്ഥാനത്തല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ, സംസ്ഥാനത്തിനകത്തുള്ള ഹൈക്കോടതിയിൽ കൊടുക്കണം. 970 വരെ ഹൈക്കോടതിയിലല്ല കൊടുക്കേണ്ടിയിരുന്നത്. പിന്നെ ആർക്കാണ് കൊടുക്കേണ്ടിയിരുന്നത്? ഇലക്ഷൻ ട്രൈബ്യൂണൽ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. എല്ലാ ആൾക്കാർക്കും നേരെ കൊണ്ടുപോയിട്ട് ഇലക്ഷൻ ട്രൈബ്യൂണലിൽ പരാതി കൊടുക്കാം. അതിനെ പിന്നീട് അമെന്റ്മെന്റ്, ഭരണഘടനയ്ക്കകത്ത് അമെന്റ്മെന്റ് കൊണ്ടുവന്നിട്ട് അതിനെടുത്തങ്ങ് കളഞ്ഞു. എന്നിട്ട് നേരിട്ട് പരാതി ഉന്നയിക്കണമെങ്കിൽ ഇനി എവിടെ? ഹൈക്കോടതിയിൽ പോകണം. ഇപ്പൊ ഒരു MLA, ആ MLAയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേരെ സുപ്രീം കോടതിയിൽ പോകാൻ പറ്റൂല. നേരെ അതാത് സംസ്ഥാനങ്ങളുടെ ഹൈക്കോടതി. ആ ഹൈക്കോടതി എതിർപ്പ് പ്രകടിപ്പിക്കുകയാണെങ്കിലോ ആ വിധി പുറപ്പെടുവിക്കുന്നത് അദ്ദേഹത്തിന് എതിരാണെങ്കിലോ അദ്ദേഹത്തിന് വേണമെങ്കിൽ അതിന്റെ മുകളിൽ സുപ്രീം കോടതിയിൽ അപ്പീല് പോകാം. ആ സുപ്രീം കോടതിയാണ് ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് ഉന്നത അധികാര സമിതി. ഇനി പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാ? പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാ? ആരാണ്? പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ ആണോ? കേട്ടില്ല. പ്രൈം മിനിസ്റ്റർ. ഇത് പ്രൈം മിനിസ്റ്റർ. ചീഫ് ജസ്റ്റിസ്. ഇലക്ട്രൽ കോളേജ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇലക്ഷൻ കമ്മീഷൻ ആണ്. ഇലക്ഷൻ കമ്മീഷൻ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തുടങ്ങിയ ആൾക്കാരുടെ തെരഞ്ഞെടുപ്പ് നടത്തും. പക്ഷെ ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്യും? ഒരു ഇലക്ഷൻ കമ്മീഷൻ ആര് വഴിയാ നടത്തുന്നത്? ഇലക്ട്രൽ കോളേജ്. ഇലക്ട്രൽ കോളേജ് ഉണ്ടാക്കും. അപ്പോ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രൽ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇലക്ട്രൽ കോളേജ് ഉണ്ടാക്കും. ആ ഇലക്ട്രൽ കോളേജിൽ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ ഇലക്ട്രൽ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യയിൽ ഇപ്പൊ എത്ര സംസ്ഥാനമുണ്ട്? 28 സംസ്ഥാനമുണ്ട്. 28 സംസ്ഥാനങ്ങൾക്കാണ് നിയമസഭയുള്ളത്. 3 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് നിയമസഭയുണ്ട്. ഓക്കെ, അങ്ങനെ 28 + 31. അങ്ങനെ ഈ 31 സ്ഥലങ്ങളില്, ഇന്ത്യയിലെ 31 സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലുള്ള 31 MP-മാരും MLA-മാരും തെരഞ്ഞെടുക്കപ്പെടുന്നവരാണ്. ഇപ്പൊ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന ആൾക്കാരെ എടുക്കൂല. ലോക്സഭയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാർ, ഇപ്പൊ ലോക്സഭയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാരേ ഉള്ളൂ. ലോക്സഭയിൽ ഇപ്പൊ നോമിനേഷൻ ഇല്ല. ആംഗ്ലോ ഇന്ത്യൻസ് കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്ന, കാരണം അവരുടെ ജനസംഖ്യ വളരെ കുറഞ്ഞു പോയി. അതുകൊണ്ട് അവർക്ക് ഒരു MP വേണ്ട എന്നുള്ളതാണ് ആരുടെ നിലപാട്? കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. അതുകൊണ്ടാണ് ആ പ്രൊവിഷൻ എടുത്ത് കളഞ്ഞത്. അപ്പോ ഈ പറയുന്ന രീതിയിലുള്ള ലോക്സഭയിലെ ഇലക്ടഡ് മെമ്പേഴ്സ്, സംസ്ഥാന നിയമസഭകളിലെ ഇലക്ടഡ് മെമ്പേഴ്സ്, അതോടൊപ്പം തന്നെ രാജ്യസഭയിലെ ഇലക്ടഡ് മെമ്പേഴ്സ്, ഇവരിത്രയും ചേരുന്നതാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ ഇലക്ട്രൽ കോളേജ്. മനസ്സിലായോടെ? രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലുള്ള ഇലക്ട്രൽ കോളേജ് ആരാണെന്ന് മനസ്സിലായല്ലോ? സംസ്ഥാന, ഇപ്പൊ കേരളത്തിൽ നിന്നുള്ള 140 MLA-മാർ, അവർക്ക് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം. കേരളത്തിൽ നിന്നുള്ള 20 ലോക്സഭാ MP-മാർ, അവർക്ക് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം. രാജ്യസഭയിൽ നിന്ന് ഇവിടെ നിന്ന് 9 സീറ്റ് പോകുന്നുണ്ട്, അവർക്കും രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം. ഇനി കേരളത്തിൽ നിന്ന് തന്നെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്ത സുരേഷ് ഗോപി ഉണ്ട്. ഓക്കെ, അദ്ദേഹം രാജ്യസഭയിൽ നോമിനേറ്റഡ് മെമ്പർ ആണ്. അദ്ദേഹത്തിന് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പറ്റൂല. അതാണ്. ഇനി കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത മുരളീധരൻ ഉണ്ട്, അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹത്തിന് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പറ്റൂടെ? മുരളീധരൻ, കേന്ദ്രമന്ത്രി, BJP-യുടെ നേതാവ് V. മുരളീധരൻ, അദ്ദേഹത്തിന് പറ്റുമോ? പറ്റില്ല. പറ്റും. അദ്ദേഹം മഹാരാഷ്ട്രയിൽ നിന്നാണ് MP അയക്കുന്നത്. അദ്ദേഹം നോമിനേറ്റഡ് അല്ലല്ലോ, അദ്ദേഹം ഇലക്റ്റഡ് ആണ്. പക്ഷെ എങ്ങനെ? രാജ്യസഭയിലേക്ക് ഇലക്റ്റഡ് ആയതാണ്. മഹാരാഷ്ട്രയിലെ നിയമസഭയിൽ നിന്നാണ് അദ്ദേഹം
എത്തിയേക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് അൽഫോൺസ് കണ്ണന്താനത്തിന് പറ്റും. അൽഫോൺസ് കണ്ണന്താനം രാജ്യസഭ MP ആണ്. എവിടെ നിന്നുള്ള? അദ്ദേഹം ഈ പറയുന്ന രാജസ്ഥാനിൽ നിന്നുള്ള രാജസ്ഥാനിൽ നിന്നുള്ള MP ആണ്. അപ്പൊ അങ്ങനെ രാജ്യസഭയിലേക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തു നിന്ന് ഇലക്റ്റഡ് ആയേക്കുന്ന ആൾക്കാർക്കും പങ്കെടുക്കാം. പക്ഷെ നോമിനേഷൻ രാഷ്ട്രപതി ഒരു 14 പേരെ നോമിനേറ്റ് ചെയ്യും. 12 പേരെ, 2 പേരെ മറ്റേ ഇല്ല. ആ രാജ്യസഭയിലേക്ക് 12 പേരെ അവർക്ക് ആർക്കും തന്നെ വോട്ട് ചെയ്യാൻ പറ്റില്ല. ഇനി രാഷ്ട്രപതിയെ ഇംപീച്ച്മെന്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് വോട്ട് ചെയ്യാം. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് ഉണ്ടല്ലോ, ആ ഇംപീച്ച്മെന്റ് നടക്കുന്ന സമയത്ത് അവർക്ക് വോട്ട് ചെയ്യാം. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റിൽ പങ്കെടുക്കാൻ പറ്റാത്ത ആൾക്കാരാരുടെ? രാഷ്ട്രപതിയെ അവിടെ നിന്ന് ഇളക്കുന്ന, ആ പോസ്റ്റിൽ നിന്ന് ഇളക്കുന്നതിനെയാണല്ലോ നമ്മൾ ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത്. ആ ഇംപീച്ച്മെന്റിൽ പങ്കെടുക്കാൻ കഴിയാത്തത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും MLA-മാർക്ക് പറ്റൂല. കാരണം MLA-മാര് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതിൽ മാത്രമേ വോട്ടിടുന്നുള്ളൂ. രാഷ്ട്രപതി അവിടെ നിന്ന് പുറത്തു ചാടിക്കാൻ അവരുടെ വോട്ട് വേണ്ട. അത് പാർലമെന്റിലെ 2 സഭകളിലെയും അംഗങ്ങൾ വോട്ട് ചെയ്തുകൊണ്ട്. അവിടെ പിന്നെ നോമിനേറ്റഡ് എന്നോ ഇലക്റ്റഡ് എന്നോ ഇല്ല. ക്ലിയർ ആയോ? ക്ലിയർ? ഇനി വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ. വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ എന്താണ്? നമ്മുടെ ഈ രാജ്യസഭയും ലോക്സഭയിലെയും മുഴുവൻ അംഗങ്ങൾ, അവിടെയും നോമിനേറ്റഡ് ഇലക്റ്റഡ് എന്നൊന്നുമില്ല. രാജ്യസഭയിൽ ആരൊക്കെയുണ്ടോ അവർക്കെല്ലാവർക്കും വോട്ട് ചെയ്യാം. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ MLA-മാരുടെ വോട്ടൊന്നും വേണ്ട. MLA-മാരുടെ വോട്ട് വേണ്ടത് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് മാത്രം. ഇനി എങ്ങനെയാണ് ഇവരുടെ വോട്ട് കൂട്ടുന്നത്? ഇവരുടെ വോട്ട് കൂട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേരളത്തിലെ എന്താണ് മൊത്തം ജനസംഖ്യ എടുക്കും. കേരളത്തിലെ മൊത്തം ജനസംഖ്യ എടുത്തിട്ട് 140 എത്ര MLA-മാരുണ്ടോ ആ 140 കൊണ്ട് ഹരിക്കും. അപ്പൊ കിട്ടുന്നൊരു തുകയുണ്ട്. ഓക്കെ, അതോടൊപ്പം തന്നെ ഇങ്ങനെ കിട്ടുന്ന തുക എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കൂടെ ഇങ്ങനെ കിട്ടുന്ന തുകയുണ്ട്. ആ തുക ഒരുമിച്ച് കൂട്ടും. ആ തുക ഒരുമിച്ച് കൂട്ടിയിട്ട് എന്ത് ചെയ്യും? ഇന്ത്യയിലെ മൊത്തം ലോക്സഭ മൊത്തം MP-മാരുടെ എണ്ണം കൊണ്ട് ഹരിക്കും. എന്നിട്ട് കിട്ടുന്ന ഒരു തുകയുണ്ട്. അതാണ് ഇന്ത്യയിലെ MP-മാർക്ക് രാഷ്ട്രപതിക്ക് ചെയ്യാൻ കഴിയുന്ന വോട്ട്. എങ്കിലേ ഇന്ത്യയിലെ ജനങ്ങളുടെ വോട്ടായിട്ട് ഇത് അതായത് നമുക്ക് ഡയറക്റ്റ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും വോട്ട് ആർക്കാണ്? രാഷ്ട്രപതി, MLA അവർക്കൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത്ര വോട്ട്, അതായത് ഒരു MLA-യുടെ വോട്ട് ഇത്ര ലക്ഷം ജനങ്ങളുടെ വോട്ടായിട്ട് പരിഗണിക്കും. അങ്ങനെയാണ്, അതായത് പ്രൊപ്പോർഷൻ. മനസ്സിലായത്? സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് എന്നാണ് ഇതിന് പറയുന്നത്. ഇതാണ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പൊ ഒരു MLA-യുടെ വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര വോട്ടായിരിക്കും. അതായത് ഒരു MLA ചിലപ്പോൾ ചെയ്യുന്ന വോട്ടിന്റെ എന്താണ് ഈ പറയുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ എത്രയായിരിക്കും? 4,55,000 ആയിരിക്കും ഒരു MLA-യുടെ. അടുത്ത MLA-യുടെ 4,55,000 ആയിരിക്കും. അങ്ങനെ എല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ ഏറ്റവും അവസാനം ഇങ്ങനെ കൂട്ടി നോക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വോട്ട് ആർക്ക് കിട്ടുന്നോ അവർ ഇന്ത്യയുടെ പ്രസിഡന്റ് ആവും. ക്ലിയർ? ക്ലിയർ സർ. ഓക്കെ. ഇതാണ് നമ്മുടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ 15,000 രൂപ കെട്ടിവെക്കണം. 15,000 രൂപ കെട്ടിവെക്കേണ്ടത് എവിടെയാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ കൊണ്ടുപോയി കെട്ടിവെക്കണം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ. പിന്നെ 50 പേര് പിന്താങ്ങണം. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ 50 പേര് നാമനിർദ്ദേശം ചെയ്യണം. 50 അംഗങ്ങൾ പിന്തുണയ്ക്കണം. അപ്പൊ വെറുതെ ഒന്നും എന്ത് ചെയ്യാൻ പറ്റൂല. വെറുതെ എല്ലാ ആൾക്കാർക്കും രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ കയറി മത്സരിക്കാൻ പറ്റൂല. 50 പേരാണ് പിന്താങ്ങേണ്ടത്. അതായത് ഏതെങ്കിലും ഒരു പാർട്ടിയിലെ 50 പേര് പിന്താങ്ങണമെങ്കിൽ ഇന്ത്യയിലെ പ്രമുഖ ഏതെങ്കിലും 2ഓ 3ഓ പാർട്ടിയിലുള്ള ആൾക്കാർക്ക് മാത്രമേ മത്സരിക്കാൻ പറ്റുള്ളൂ. ഇന്ന് നമ്മൾ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് എടുത്താൽ 2 പേർ തമ്മിലുള്ള മത്സരമുണ്ട്. മുമ്പ് അങ്ങനെയൊന്നുമല്ല. സക്കീർ ഹുസൈനൊക്കെ മത്സരിച്ച സമയത്ത് 18 വരെ കണ്ടയാണ്. മൊറാർജി ദേശായി മത്സരിച്ച സമയത്ത് കുറെ പേര് മത്സരിച്ചു. അവരുടെ എല്ലാം നാമനിർദ്ദേശ പത്രിക എന്ന് തള്ളിയതുകൊണ്ട് മൊറാർജി എല്ലാം നിലം സഞ്ജീവ റെഡ്ഡിക്ക് ഇന്ത്യയുടെ പ്രസിഡന്റ് ആകാൻ പറ്റി. അപ്പൊ എന്താണ്? അങ്ങനെയാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഷൈൻ ചെയ്യാനൊക്കെ ഓരോരുത്തർ കയറി
രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. അന്ന് 10 പേരുടെ പിന്തുണ മതി. അന്ന് 10 MLA അല്ലെങ്കിൽ 10 MP. അതൊരുവിധ ഇന്ത്യയിൽ അറിയപ്പെടുന്ന വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വല്ല സ്കോളേഴ്സിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നേടാൻ പറ്റും. ഏതെങ്കിലുമൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്ന് 10 MLA-മാരെ പിടിക്കാനൊന്നും പ്രശ്നമില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. അത് കാരണം ഈ ആൾക്കാർ മത്സരിക്കാതിരിക്കാനും വെറുതെ സമയം കളയാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇതിനെ 50 ആക്കി ഉയർത്തിയേക്കുന്നത്. ചിലപ്പോൾ അതിന്റെ ഫ്യൂച്ചറിൽ അത് പിന്നെയും കൂടാം. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് ആരാണ്? ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ്. രവീന്ദ്രനാഥ ടാഗോർ, രാജാ രവിവർമ്മ, നന്ദലാൽ ബോസ്, അവനീന്ദ്രനാഥ ടാഗോർ. ഇതിൽ ആരാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ആർട്സ് സ്ഥാപിച്ചത്? ടാഗോർ. അഭിനേന്ദ്രനാഥ ടാഗോർ. അപ്പോ ഇത് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറിന്റെ ബന്ധുവാണ്. രവീന്ദ്രനാഥ ടാഗോറിന്റെ മരുമകനോ മറ്റോ ആണെന്ന് തോന്നുന്നു അവനീന്ദ്രനാഥ ടാഗോർ, അല്ലേ? സഹോദരനല്ലേ സർ? സഹോദരനല്ല, സഹോദരി പുത്രനോ അങ്ങനെയാണ്. ഓക്കെ, സഹോദരി പുത്രനോ സഹോദര പുത്രനോ അങ്ങനെ എന്തോ ആണ്. അങ്ങനെ ഒരു ബന്ധമാണ്. ഡയറക്റ്റ് സഹോദരനല്ല, നെഫ്യൂ ആണെന്ന് തോന്നുന്നു. ഈ അവനീന്ദ്രനാഥ ടാഗോറിന്റെ ശിഷ്യന്മാരാണ് നന്ദലാൽ ബോസൊക്കെ. അവനീന്ദ്രനാഥ ടാഗോറിന്റെ ശിഷ്യനാണ് ഇന്ത്യൻ ചിത്രകലയുടെ പിതാവായിട്ടുള്ള നന്ദലാൽ ബോസ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത്. പുള്ളി യൂറോപ്പിലൊക്കെ പോയി വലിയ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ വളരെ വെരി ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ്. വേറെ ചോദ്യങ്ങളുണ്ട്, എന്തായാലും നോക്കാം. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കുവാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് പ്രഖ്യാപിച്ചു. ഞാൻ ഇന്ന് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ടിട്ടുള്ള ഇന്നത്തെ തൊഴിൽ വീതിയില ഫണ്ടമെന്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വായിച്ചാറിനാണ്. ഇന്ന് നിങ്ങൾ കിട്ടുന്ന PDF വായിച്ചിരുന്നോ ടെലഗ്രാമിൽ? തൊഴിൽ വീതിയിൽ ഞാൻ ഇന്ന് എഴുതി തയ്യാറാക്കിയ കേൾക്കുന്നില്ലേ? യെസ് സർ, കേൾക്കുന്നുണ്ട്. ആരും ഒന്നും മിണ്ടുന്നില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും മോശം കാര്യമാണോ ചോദിച്ചത്? ആരും മിണ്ടാതിരിക്കാൻ. ജോൺ ലോക്ക്. ഓക്കെ. അപ്പോ ഞാൻ ഇന്ന് തൊഴിൽ വീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു കണ്ടന്റ് PDF ഞാൻ ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടിരുന്നോ എന്നാണ് ചോദിച്ചത്. കണ്ടിരുന്നു സർ, വായിച്ചിട്ടില്ല. കണ്ടില്ല സർ. ഓക്കെ. അപ്പൊ ജോൺ ലോക്ക് ആണ്. ജോൺ ലോക്ക് ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജോൺ ലോക്ക് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ. കേട്ടില്ല? അമേരിക്കൻ വിപ്ലവം. യെസ്, അല്ലെ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവിടെയാണ് അദ്ദേഹം പറഞ്ഞത് മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കുവാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്നുള്ളത് അദ്ദേഹം പറഞ്ഞതാണ്. ഓക്കെ, അതും നിങ്ങൾക്കറിയാം. ഇനി ലിബറോ എന്ന പദം താഴെ പറയുന്ന ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലിബറോ എന്നുള്ള പദം ബാസ്കറ്റ് ബോൾ, ബില്ലിയാർഡ്സ്, ഷൂട്ടിംഗ്, വോളിബോൾ. വോളിബോൾ ആണോ? ഉറപ്പിച്ചോ? ഓക്കെ. അപ്പൊ ലിബറോ എന്നുള്ള പദം ശരിക്കും ഏതാണ്? ഈ പറയുന്ന വോളിബോളുമായി ബന്ധപ്പെട്ടതാണ് ലിബറോ എന്നുള്ള പദം. സ്മാഷ് എന്തോ ആയിട്ട് ബന്ധപ്പെട്ട? സ്മാഷ്, വോളിബോളുമായി ബന്ധപ്പെട്ട പദം തന്നെയാണ്.
വോളിബോളിൽ ഒരു ടീമിൽ എത്ര പേരാ കളിക്കുന്നത്? വോളിബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം ചോദിച്ചാൽ 6 പേര്. 6 ആണോ 7 ആണോ? 7 6 പേർ. 6 പേര്. 6 പേരാണ്. മൊത്തം എന്താണ്? മൊത്തം 12 പേരാണ്. ഓക്കെ. അപ്പൊ ബാസ്കറ്റ് ബോളിലാണെങ്കിൽ അവിടെ 5 പേർ. ബാസ്കറ്റ് ബോളിൽ 5 പേരാണ് ഓൺ ടൈം. കോർട്ടിനകത്ത് 5 പേര് കളിക്കും. അപ്പുറത്ത് 5 ഇപ്പുറത്ത് 5. വോളിബോളില് 6. ഇനി ക്രിക്കറ്റ്, ഹോക്കി, ഫുട്ബോള് ഇതിലെല്ലാം തന്നെ എത്രയാണ്? 11 ആണ്. അങ്ങനെ വേണം പഠിക്കാൻ. ഇത് പ്രധാനപ്പെട്ട ഗെയിമുകളുടെ എല്ലാം തന്നെ അറിഞ്ഞിരിക്കണം കേട്ടോ. ലിബറോ, സ്മാഷ് അങ്ങനെയൊക്കെ ഉള്ള പദങ്ങളൊക്കെ തന്നെ അറിഞ്ഞിരിക്കുക. വോളിബോളിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താ? വോളിബോളിനെ അറിയപ്പെടുന്ന മറ്റൊരു പേര് മിൻഡോ നെറ്റ്. കേട്ടിട്ടുണ്ടോ? മിൻഡോ നെറ്റ്, മിൻഡോ എന്നറിയപ്പെടുന്നത് വോളിബോളാണ്. PSC മുമ്പ് ചോദിച്ചതാണ്. ഓക്കെ. അടുത്തത് The World Health Organization and United Nations Postal Agency released a commemorative stamp on May 9, 2020 to mark the 40th anniversary of the eradication of which disease? 2020 മെയ് 9 യുണൈറ്റഡ് നേഷൻസിന്റെ പോസ്റ്റൽ ഏജൻസിയും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും കൂടെ ചേർന്ന് ഒരു സ്റ്റാമ്പ് പുറത്തിറക്കി. സ്മരണയ്ക്കായിട്ടുള്ള സ്റ്റാമ്പ്. അപ്പൊ ഈ സ്റ്റാമ്പ് ഏത് ഡിസീസിനെ നമ്മൾ തുടച്ചു നീക്കിയതിന്റെ ഭാഗമായിട്ടാണ്? മീസിൽസ്, പോളിയോ, ബിഗ് ഫുട്ട്, സ്മോൾ പോക്സ്. 1980-ലാണ് കേട്ടോ. 1980-ലാണ് നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഈ സ്മോൾ പോക്സിനെ നമ്മൾ എന്ത് ചെയ്തത്? ഇവിടെ നിന്ന് തുടച്ചു നീക്കിയത് കേട്ടോ. അപ്പൊ വസൂരി എന്നാണ് നമ്മൾ അതിനെ മലയാളത്തിൽ പറയുന്നത്, വസൂരി. അപ്പൊ ഇനി നമ്മൾ എന്താണ് ഈ കൊറോണയെ തുടച്ചു നീക്കിയതിന്റെ ഭാഗമായിട്ട് നമ്മൾ സ്റ്റാമ്പൊക്കെ ഇറക്കുന്നത്? അത് വല്ലതും നടക്കുന്ന കാര്യമാണോ? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു കാലത്ത് നടക്കണം. ഇപ്പോഴൊന്നും നടക്കും തോന്നില്ല സാർ. അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ. എന്തായാലും നമുക്ക് നോക്കാം എന്താണ്. പക്ഷെ ഈ പോയ ജീവനുകളൊന്നും ഇനി തിരിച്ചു വരാനും പോണില്ല. ഒരു വൈറസ് വന്ന് കൊണ്ടുപോയത്. അപ്പൊ സ്മോൾ പോക്സ് ആണ്. അടുത്തത് അമർത്യ സെൻ വാസ് അവാർഡഡ് ദ നൊബേൽ പ്രൈസ് ഇൻ ദ എക്കണോമിക്സ് ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻ മോണിറ്ററി എക്കണോമിക്സ്, വെൽഫെയർ എക്കണോമിക്സ്, എൻവയോൺമെന്റൽ എക്കണോമിക്സ്, ഡെവലപ്മെന്റ് എക്കണോമിക്സ്. കേട്ടില്ല? യെസ്. അമർത്യ സെന്നിന്റെ ഓൾറെഡി വെൽഫെയർ എക്കണോമിക്സ് ആണ് അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടുന്നത്. അമർത്യ സെന്നിന് അമർത്യ സെൻ എന്ന് പേര് നൽകിയത് ആരാ? അമർത്യ സെന്നിന് അമർത്യ സെന്ന് എന്നുള്ള പേര് നൽകിയത് ആരാ? അത് ടാഗോറാണ്. രവീന്ദ്രനാഥ ടാഗോറിന്റെ ശാന്തിനികേതനിലാണ് പുള്ളി ജനിച്ചത്. ഇദ്ദേഹത്തിന്റെ പിതാവ്, അമർത്യ സെന്നിന്റെ പിതാവ് രവീന്ദ്രനാഥ ടാഗോറിനോടൊപ്പം ശാന്തിനികേതനിലെ അധ്യാപകനായിരുന്നു. അപ്പൊ അവരുടെ കോമ്പൗണ്ടിലാണ് പുള്ളി ഇവരുടെ വൈഫ് പ്രസവിക്കുന്നത്. അങ്ങനെ അവിടെ വെച്ച് തന്നെ ഇദ്ദേഹത്തിന് നൽകിയ പേര്. അപ്പൊ ടാഗോറും നൊബേൽ പ്രൈസ് നേടി, അമർത്യ സെന്നും നൊബേൽ പ്രൈസ് നേടി. അപ്പൊ നമുക്കറിയാം അദ്ദേഹത്തിനെ നമ്മൾ ഫിലോസഫർ എന്ന് വിളിക്കാറുണ്ട്. 72 ഹാസ് ടോട്ട് ആൻഡ് വർക്ക്ഡ് ഇൻ ദ യുണൈറ്റഡ് കിങ്ഡം ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്. അദ്ദേഹം ഇന്ത്യക്കാരനാണെങ്കിലും UK-യിലും
അമേരിക്കയിലുമായിട്ടാണ് എന്താണ് ജോലി ചെയ്യുന്നത്. സെൻ ഹാസ് മേഡ് കോൺട്രിബ്യൂഷൻ ടു വെൽഫെയർ എക്കണോമിക്സ്. അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട വെൽഫെയർ എക്കണോമിക്സ് ആണ്, നിങ്ങൾ മറക്കാനേ പാടില്ല. സോഷ്യൽ ചോയ്സ് തിയറി, എക്കണോമിക് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്, എക്കണോമിക് തിയറീസ് ഓഫ് ഫെമൈൻസ്, അറിയാലോ, ക്ഷാമവുമായി ബന്ധപ്പെട്ട എക്കണോമിക് തിയറീസ് മുന്നോട്ട് വെക്കാറുണ്ട്. ഡിസിഷൻ തിയറി, ഡെവലപ്മെന്റ് തിയറി, പബ്ലിക് ഹെൽത്ത് ആൻഡ് മെഷേഴ്സ് ഓഫ് വെൽ ബീയിങ് ഓഫ് കൺട്രീസ്. മീൻസ് വെൽഫെയർ എക്കണോമിക്സിന്റെ ആളാണ് പുള്ളി. ഇദ്ദേഹത്തിന് 98 നൊബേൽ പ്രൈസ് കിട്ടുന്നത് ഏതിന്റെ ഭാഗമായിട്ടാണ്? ക്ഷാമം, ബംഗാൾ ക്ഷാമത്തെ കുറിച്ച് അദ്ദേഹം പ്രബന്ധം മുന്നോട്ട് വെച്ചതിന്റെ ഭാഗമാണ്. എന്താണ് അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടുന്നത്? ബംഗാൾ ക്ഷാമം, അതിനെ പറ്റിയാണ്. ഇപ്പൊ അദ്ദേഹം ഇന്ത്യയിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. He is currently a Thomas W. Lamont University professor and professor of economics and philosophy at Harvard University. He formerly served as Master of Trinity College at the University of Cambridge. കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? മാസ്റ്റർ ആയി പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ ചെറിയ പുള്ളിയൊന്നും അല്ല. കോളേജിലാണ് സോണിയാഗാന്ധിയൊക്കെ പഠിച്ചത്. സോണിയാഗാന്ധി അവിടുന്ന് എഞ്ചിനീയറിംഗ് പാസ്സായിട്ടുള്ള വനിതയാണ്. ഓക്കെ, അപ്പൊ രാജീവ് ഗാന്ധി അവിടെ പഠിക്കാൻ പോയിട്ട് ഒന്നും പഠിച്ചൊന്നും പാസ്സായില്ല. പുള്ളിക്ക് വേറെയൊക്കെയായിരുന്നു താല്പര്യം. പുള്ളി തിരിച്ചു വന്നിട്ട് പിന്നെ എന്ത് ചെയ്ത്? പൈലറ്റ് കോഴ്സ് ചെയ്തിട്ട് പൈലറ്റ് ലൈസൻസ് എടുത്തിട്ട് പുള്ളിയും സോണിയാഗാന്ധിയും കൂടെ സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അടിയന്തരാവസ്ഥയൊക്കെ നടന്നപ്പോ പോലും പുള്ളി രാഷ്ട്രീയത്തിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. ആ സമയത്ത് ഇവിടെ ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും ഒക്കെ ഇവിടെ തകർക്കുകയായിരുന്നു. പിന്നെ സഞ്ജയ് ഗാന്ധി മരിക്കുമ്പോഴാണ് ഇന്ദിരാഗാന്ധി മകൻ രാജീവിനെ എന്ത് ചെയ്യുന്നത്? വിളിക്കുന്ന, ഒറ്റപ്പെട്ടു പോയപ്പോ പിൻഗാമിയായിട്ട് കൊണ്ടുവന്നതാണ്. പക്ഷെ കൊണ്ടുവന്നതിന് വലിയ ഉപയോഗമോ നമ്മുടെ ഈ രാജ്യം ഇങ്ങനെ ആകുന്നതിനൊക്കെ കാരണം രാജീവ് ഗാന്ധി ആണ് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അടുത്ത ചോദ്യം, which among the following is not correctly matched? സബ്ജക്ട് മാറ്റർ ഓഫ് ആർട്ടിക്കിൾസ്. ഇതില് മാച്ച് ചെയ്യാത്തത്, കറക്റ്റ്ലി മാച്ച് ചെയ്യാത്ത ആർട്ടിക്കിൾ 360 ഫിനാൻഷ്യൽ എമർജൻസി, 368 അമെൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, 323 അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ, ആർട്ടിക്കിൾ 280 ഫിനാൻസ് ബിൽ. അപ്പൊ ഇതിൽ ഏതാണ്? ആർട്ടിക്കിൾ 200. കേട്ടില്ല? 280 ഫിനാൻഷ്യൽ ബിൽ. യെസ്, ഏതാണ്? ഫിനാൻസ് ബില്ലാണ്. അപ്പൊ ആർട്ടിക്കിൾ 280 എന്ന് പറയുന്ന ഏതാണ്? ആർട്ടിക്കിൾ 280 ഫിനാൻസ് ബില്ലാണോ ഓർ ഫിനാൻസ് കമ്മീഷൻ ആണോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം? ഫിനാൻസ് കമ്മീഷൻ. ഫിനാൻസ് കമ്മീഷൻ. ഫിനാൻസ് കമ്മീഷൻ ആണ്. ആർട്ടിക്കിൾ 280 ഫിനാൻസ് കമ്മീഷൻ ആണ്. പക്ഷേ ഇതിൽ നിങ്ങളെ തെറ്റിക്കാനായിട്ട് ഫിനാൻസ് ബിൽ എന്ന് കൊടുത്തേക്കുന്നത്. ഫിനാൻസ് ബിൽ ഓൾറെഡി നമ്മുടെ ആർട്ടിക്കിൾ 110, 112 അതിലൊക്കെയാണ് ഈ പറയുന്ന ഫിനാൻസ് ബില്ല് വരുന്നത്. കേൾക്കുന്നുണ്ടോ? ഉണ്ട് സർ. ഓക്കെ, അടുത്തത് ഡോക്ടർ TM നായർ ഈസ് റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ്? ഡോക്ടർ TM നായർ, ജസ്റ്റിസ് പാർട്ടി, ലേബർ പാർട്ടി ഓഫ് ഇന്ത്യ, ഫോർവേഡ് ബ്ലോക്ക്, ട്രേഡ് യൂണിയൻ. ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. ഡോക്ടർ TM നായർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജസ്റ്റിസ് പാർട്ടി. ജസ്റ്റിസ് പാർട്ടിയായിട്ടാണോ? ഉറപ്പാണോ? ഡോക്ടർ TM നായർ ജസ്റ്റിസ് പാർട്ടിയായിട്ടാണോ ബന്ധപ്പെട്ടിരിക്കുന്നത്? അതെ. ഫൗണ്ടഡ്. Yes. He founded the justice. TM Nair is Indian politician and political activist of the Dravidian movement from the Madras Presidency. Appo Madras Presidency il endana Dravidian movement inde bhagamayitte pravarthichittulla aalana TM Nair. He founded the Justice Party along with Tyagarajya Chetty. ഓക്കെ, ത്യാഗരായ ചെട്ടിയും
അതോടൊപ്പം തന്നെ നടേശ മുതലിയാർ. ഈ രണ്ട് ആൾക്കാരോടൊപ്പം 1917 ഇദ്ദേഹം ഈ പറയുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നത്, രൂപീകരിക്കുന്നത്. TM നായർ ലോഞ്ച് ദ സൗത്ത് ഇന്ത്യൻ ലിബറൽ ഫെഡറേഷൻ. ഇതിനറിയപ്പെട്ടത് സൗത്ത് ഇന്ത്യൻ ലിബറൽ ഫെഡറേഷൻ എന്നാണ്. പിന്നീട് എന്താണ്, ജസ്റ്റിസ് പാർട്ടി, ഇതിനെ ജസ്റ്റിസ് പാർട്ടിയാക്കി മാറ്റി. കൊളാബറേഷൻ വിത്ത് സർ പിറ്റി ത്യാഗരായ ചട്ടിയും ഇദ്ദേഹം കൂടെ ചേർന്നിട്ടാണ് ഈ പറയുന്ന ഈ ജസ്റ്റിസ് പാർട്ടിയുടെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നത്. ഇതൊക്കെ നമ്മുടെ ചില പുസ്തകങ്ങളൊന്നും കാണത്തില്ല, ഈ പറയുന്ന ബുക്കുകൾ. ഇതൊക്കെ പല പരീക്ഷകൾക്കായിട്ട് ചോദിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ളത് കിട്ടുന്നത്. ഓക്കെ, അടുത്തത് ദ പൊസിഷൻ ഓഫ് വുമൺ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര് എന്നുള്ളതാണ്. ദ പൊസിഷൻ ഓഫ് വുമൺ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? AV കുട്ടിമാളു അമ്മ, ലക്ഷ്മി എൻ മേനോൻ, അമ്മു സ്വാമിനാഥൻ, അനി മസ്ക്രി. ഇതിലാരാണ്? ദ പൊസിഷൻ ഓഫ് വുമൺ. വനിതകളുടെ സ്ഥാനം. ദ പൊസിഷൻ ഓഫ് വുമൺ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് AV കുട്ടിമാളു അമ്മ, ലക്ഷ്മി എൻ മേനോൻ, അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രി. ആനി മസ്ക്രീൻ ആണോ എന്നുള്ളതാണ് ചോദ്യം. ബട്ട് അല്ല. ദ പൊസിഷൻ ഓഫ് വുമൺ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ലക്ഷ്മി എൻ മേനോനാണ്. ആരാണ്? ലക്ഷ്മി എൻ മേനോൻ. അപ്പൊ ലക്ഷ്മി എൻ മേനോന്റെ പ്രത്യേകത, മലയാളിയാണ്. 952 ബീഹാറിൽ നിന്ന് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആളാണ്. 952 മുതൽ 57 വരെ ജവഹർലാൽ നെഹ്റുവിന്റെ പാർലമെന്ററി കാര്യ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. 952 മുതൽ 57 വരെ പ്രധാനമന്ത്രിയായിട്ടുള്ള നെഹ്റുവിന്റെ പാർലമെന്ററി കാര്യ സെക്രട്ടറി ആയി. 957 മുതൽ 62 വരെ ഡെപ്യൂട്ടി മന്ത്രിയായി. 57 മുതൽ 62 വരെ ഡെപ്യൂട്ടി മന്ത്രി, അതായത് സഹമന്ത്രിക്ക് താഴെയാണ്, സഹമന്ത്രിയാണ് ഈ പറയുന്ന ഡെപ്യൂട്ടി മന്ത്രി എന്ന് പറയുന്നത്. 962 മുതൽ 67 വരെ വിദേശകാര്യമന്ത്രിയായി, ഫോറിൻ മിനിസ്റ്ററായി. ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പിന്റെ ചുമതല ഉണ്ടായിരുന്ന മന്ത്രിയാണ് ലക്ഷ്മി എൻ മേനോൻ. പിന്നീട് അവരെ സംബന്ധിച്ച് എന്താണ്, തുടർന്ന് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങിയ അവർ സാംസ്കാരിക സാമൂഹിക രംഗത്ത് സജീവമായി തുടർന്നു. ഇന്ത്യയിലെ വനിതകളുടെ സമുദ്ധാരണമായിരുന്നു അവരുടെ ലക്ഷ്യം. ദ പൊസിഷൻ ഓഫ് വുമൺ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം. 978 രൂപവൽക്കരിച്ച കേരള മദ്യനിരോധന സമിതിയുടെ ആദ്യ പ്രസിഡന്റായി പ്രവർത്തിച്ചതും ഇവർ തന്നെയാണ്. അപ്പൊ ലക്ഷ്മി എൻ മേനോൻ, കേട്ടോ, അങ്ങനെ ഒരു പുതിയ ഒരു മലയാളിനെ കൊണ്ട് നിങ്ങൾ കിട്ടിയിട്ടുണ്ട്. ദ പൊസിഷൻ ഓഫ് വുമൺ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ലക്ഷ്മി എൻ മേനോൻ. അതോടൊപ്പം തന്നെ ആദ്യത്തെ മലയാളിയായിട്ടുള്ള വനിതാ മന്ത്രി. എന്താണ്? ആദ്യത്തെ മലയാളിയായിട്ടുള്ള വനിതാ മന്ത്രിയാണ് ലക്ഷ്മി എൻ മേനോൻ. ഏത് വകുപ്പിന്റെ ചുമതലയാണ് അവരുണ്ടായിരുന്നത്? വിദേശകാര്യ വകുപ്പിന്റെ ചുമതല ഉണ്ടായിരുന്ന മന്ത്രിയാണ്, കേട്ടോ. വിദേശകാര്യ വകുപ്പിന്റെ ചുമതലയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ലക്ഷ്മി എൻ മേനോൻ. അടുത്തത് ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം ആരുടേതാണ്? ഗ്രാമീണ ചെണ്ടക്കാരൻ. നന്ദലാൽ ബോസ്. അമൃത, അവനീന്ദ്രനാഥ ടാഗോർ, നന്ദലാൽ ബോസ്, രാജാ രവിവർമ്മ. അപ്പൊ ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം ആരുടേതാണെന്ന് ചോദിച്ചാൽ നന്ദലാൽ ബോസിന്റെയാണ്. നന്ദലാൽ ബോസ് ഇന്ത്യൻ ചിത്രകലയുടെ പിതാവാണ്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ, ആ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ എല്ലാ പേജുകളും ഡെക്കറേറ്റ് ചെയ്തത് പുള്ളിയാണ്. പുള്ളിയും പുള്ളിയുടെ ശിഷ്യന്മാര്. ഈ നന്ദലാൽ ബോസ് ശരിക്കും ഈ എവിടത്തെ അധ്യാപകനായിരുന്നത്? നന്ദലാൽ ബോസ് എവിടത്തെ അധ്യാപകനായിരുന്നു? ശാന്തിനികേതനിൽ കലാഭവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആ കലാഭവന്റെ ഹെഡ് ആയിരുന്നു ആര്? നന്ദലാൽ ബോസ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ
ആമുഖം ഡിസൈൻ ചെയ്തത് ആരാ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖത്തിന്റെ പേജ് ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തത് ആരാണ്? രാം മനോഹർ സിൻഹയാണ് ഇദ്ദേഹത്തിന്റെ ശിഷ്യൻ. കവർ പേജും ബാക്കിയുള്ളതൊക്കെ തന്നെ ഇദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും കൂടിയാണ് ചെയ്തത്. ആമുഖം ഡിസൈൻ ചെയ്തത് ഇദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള രാം മനോഹർ സിൻഹയാണ്. ഇതാണ് നന്ദലാൽ ബോസിന്റെ ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന് പറയുന്ന ചിത്രം. കണ്ടോടെ നന്ദലാൽ ബോസിന്റെ ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന് പറയുന്ന ചിത്രം ഇതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ചിത്രം വരയ്ക്കാൻ പറ്റുമോ? എവിടാ? മെറിൻ മാത്യൂസ്. മെറിൻ നല്ലതുപോലെ വരയ്ക്കും അല്ലെ? ഇത് ഗ്രാമീണ ജീവിതം. ഈ ഗ്രാമീണ ജീവിതം വരച്ചത് ആരാണ്? അമർദാസ് ഷെർഗിൽ. ഗ്രാമീണ ജീവിതം എന്ന് പറയുന്ന ചിത്രം വരച്ചത് അമർദാസ് ഷെർഗിലാണ്. ഇനി മറ്റൊരു ചിത്രമാണ് ഏത്? ഭാരതമാത. പ്രധാനപ്പെട്ട ഭാരതമാത ബംഗാളി ചിത്രകാരനായിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ അവനീന്ദ്രനാഥ ടാഗോർ സ്വദേശി സമരകാലം. സ്വദേശി സമരകാലം എന്ന് പറയുമ്പോ എപ്പോഴാ? ബംഗാൾ വിഭജന സമയം 1905. ആ സമയമാണ് സ്വദേശി സമരകാലം. ഈ സ്വദേശി സമരകാലത്ത് വരച്ച ജലഛായാ ചിത്രമാണ്. ഏതാണ്? ജലഛായാ ചിത്രമാണ് ഇത്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആഹാരം, വസ്ത്രം, വിജ്ഞാനം എന്നിവ നൽകുന്ന ഭാരത മാതാവിനെയാണ് അദ്ദേഹം ചിത്രീകരിച്ചിട്ടുള്ളത്. അതായത് ഒരു കയ്യിൽ ആഹാരം, ഒരു കയ്യിൽ വിജ്ഞാനം, ഒരു കയ്യിൽ വസ്ത്രം, ഇതെല്ലാം നൽകുന്ന ഒരു ഭാരത മാതാവിനെ. അതിന്റെ അർത്ഥം നമ്മുടെ രാജ്യം ഒരു ഭാരത മാതാവ് എന്നല്ല. നമ്മളെ പല ആൾക്കാരും നമ്മളെപ്പോഴും കൺസെപ്റ്റ് ചെയ്യുന്ന ഒരു നമ്മുടെ രാജ്യം ഇപ്പൊ ഒരു എന്താണ്, ഒരു ദേശീയത. നമ്മുടെ രാജ്യത്തിന് കൃത്യമായിട്ട് ഞാൻ ഹിസ്റ്ററി പഠിച്ചിടത്തോളം ഈ രാജ്യത്തിന് ഒരു ഹിന്ദു ദേശീയത എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല. നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നു ചേർന്നവരുടെ, അറിയാമല്ലോ, അതായത് സുൽത്താൻമാര് വന്നു, മുഗളന്മാര് വന്നു, ബ്രിട്ടീഷുകാര് വന്നു, ആര്യന്മാര് വന്നു, പോർച്ചുഗീസുകാര് വന്നു. എല്ലാ ടീമിന്റെയും കൂടെ ഒരു മിക്സഡ് സാധനമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കാൻ പറ്റില്ലടേ. ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയിട്ടുള്ള ബ്രിട്ടീഷുകാരെ ഉണ്ടാക്കിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ കൾച്ചർ നമ്മുടെ ഭാഗത്തുണ്ട്. അതോടൊപ്പം തന്നെ മുഗളന്മാരുടെ കൾച്ചറുണ്ട്, സുൽത്താൻമാരുടെ കൾച്ചറുണ്ട്. അപ്പൊ നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് കൃത്യമായിട്ട്. നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ദേശീയത എന്ന് പറയുന്ന ദേശീയത ഇന്ത്യക്കാരൻ എന്നുള്ള ഒരു ദേശീയതയാണ്. ആ ദേശീയതയ്ക്കകത്ത് എല്ലാം ഉണ്ട്. ഓക്കെ, പല ആൾക്കാരും അതിനെയൊക്കെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ചരിത്രം പഠിക്കുന്ന എല്ലാ ആൾക്കാർക്കും അറിയാം. ഇപ്പൊ നമുക്ക് താജ്മഹൽ ഇന്ന് ലണ്ടനിൽ ചെന്നിട്ട് നിങ്ങളോട് പറയണം, നിങ്ങളുടെ ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ലോകം അറിയപ്പെടുന്ന ഒരു എന്താണ്, ഒരു ടവർ പറയാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആർക്കിടെക്റ്റ് പറയാൻ പറഞ്ഞാൽ നിങ്ങൾ ഏത് പറയോടെ? പറ. ആരും ഒന്നും മിണ്ടുന്നില്ല, ഒന്നും പറയില്ലേ? നമ്മുടെ രാജ്യത്ത് ആർക്കിടെക്റ്റ് ഒന്നും ഇല്ലേ? ഒരുപാടുണ്ട് സർ. ഒരുപാടുണ്ട്. അപ്പൊ ഒരുപാടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും മതത്തിന്റെ ഭാഗമായിട്ടല്ല നമ്മൾ ഒരു ആർക്കിടെക്റ്റിനെ പറയുന്നത്. എല്ലാം എന്തിന്റെ ഭാഗമാണ്? നമ്മുടെ രാജ്യത്തിന്റെ, അതായത് നമ്മുടെ രാജ്യത്ത് നമുക്കൊരു രാജ്യം കിട്ടുന്നത് 1947 ഓഗസ്റ്റ് 15-നാണ്. ഓക്കെ, ആ 1947 ഓഗസ്റ്റ് 15-ന് എന്തൊക്കെ നമ്മുടെ രാജ്യത്തുണ്ടോ അതെല്ലാം തന്നെ നമ്മുടെ ദേശീയതയുടെ ഭാഗമാണ്. അപ്പൊ ഞാൻ താജ്മഹൽ പറയും. കാരണം എന്ന് പറഞ്ഞാൽ താജ്മഹൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
നമ്മുടെ രാജ്യത്തുള്ള എത്രയോ ആൾക്കാരെ കൊണ്ട് പണിയെടുപ്പിച്ച് ഉണ്ടാക്കിയ സാധനമാണ് ഈ സാധനം. അതുകൊണ്ട് നമ്മുടെ രക്തം പുരണ്ടിട്ട് ഇന്ന് എന്താണ് നിലനിൽക്കുന്ന ഒരു സാധനമാണ്. അത് ലോകത്തെ തന്നെ മഹാ അത്ഭുതങ്ങളിൽ ഒന്നായിട്ടുള്ള താജ്മഹലിനെ പറയാൻ പറ്റും, ചെങ്കോട്ട പറയാൻ പറ്റും, ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രസംഗിക്കുന്ന. അങ്ങനെ ഓരോരോ വലിയ വലിയ ടെമ്പിൾസ് ഉണ്ട് അല്ലെ, ലോട്ടസ് ടെമ്പിൾ, എല്ലാം ഇതിന്റെ ഭാഗവും. ഓക്കെ, അടുത്ത ചോദ്യം. സമത്വം ഉറപ്പുവരുത്തുന്നതിനായി സ്കൂൾ ഹാജർ രജിസ്റ്ററിൽ നിന്ന് വിദ്യാർത്ഥികളുടെ ജാതി, മതം എന്നിവ നീക്കം ചെയ്യാൻ തീരുമാനിച്ച സംസ്ഥാനം. സമത്വം ഉറപ്പുവരുത്തുന്നതിനായി സ്കൂൾ ഹാജർ രജിസ്റ്ററിൽ നിന്ന് വിദ്യാർത്ഥികളുടെ ജാതി, മതം എന്നിവ നീക്കം ചെയ്യാൻ തീരുമാനിച്ച സംസ്ഥാനം. കർണാടക, ആന്ധ്രാപ്രദേശ്, അസം, ഗോവ. ഏതാ? ഇക്വാലിറ്റി. സമത്വം ഉറപ്പുവരുത്തുന്നതിനായി സ്കൂൾ ഹാജർ രജിസ്റ്ററിൽ നിന്ന് വിദ്യാർത്ഥികളുടെ ജാതി, മതം എന്നിവ നീക്കം ചെയ്യാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാ? ആന്ധ്രാപ്രദേശ് ആണ്. ഓപ്ഷൻ ബി. ആന്ധ്രാപ്രദേശ് സ്കൂൾ വിദ്യാഭ്യാസ കമ്മീഷണറായിട്ടുള്ള ചിന്ന വീരഭദ്രുവാണ് ഇത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇതിനു പുറമെ ഹാജർ രജിസ്റ്ററുകളിൽ പെൺകുട്ടികളുടെ പേരുകൾ ചുവന്ന മഷി കൊണ്ടും ആൺകുട്ടികളുടെ പേരുകൾ നീല മഷി കൊണ്ടും എഴുതുന്നത് നിർത്തണമെന്നും ഉത്തരവിലുണ്ട്. കുട്ടികൾക്കിടയിൽ സമത്വബോധം ഉറപ്പുവരുത്തുന്നതിനായാണ് ഈ നടപടി. അതായത് ഇക്വാലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ എടുത്ത് കളയുന്നത്. അത് ആന്ധ്രാപ്രദേശിന്റെ കാര്യം. ഇനി കേരളത്തിൽ ആദ്യമായി നിലവിൽ വരുന്ന ഓപ്പൺ സർവകലാശാലയ്ക്ക് ഏത് നവോത്ഥാന നായകന്റെ പേരാണ് നൽകിയിരിക്കുന്നത്? ശ്രീനാരായണ ഗുരു. പത്മനാഭൻ അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു, വാഗ്ഭടാനന്ദൻ. കേരളത്തിലെ തന്നെ. അതായത് നിങ്ങൾ ഇതിനു മുമ്പ് സർക്കാർ മേഖലയിലുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് ശ്രീനാരായണ ഗുരുവിന്റെ പേര് കണ്ടിട്ടുണ്ടാണ്? ശ്രീനാരായണ ഗുരുവിന്റെ പേര് കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു സർവകലാശാലയോ ഏതെങ്കിലും ഒരു സ്ഥാപനം നിങ്ങൾ കാണിച്ചു തരാൻ പറ്റുമോ? നിങ്ങളിപ്പോ ഉടനെ കാണിക്കരുത് സാർ SNDPയുടെ സ്കൂള്, SNHSS, SNLPS, അതെന്ന് പറയുന്നത് മാനേജ്മെന്റിന്റെ കീഴിലാണ്. ഇതങ്ങനെയല്ല. സർക്കാർ പൊതുമേഖലയിലുള്ള ഒരു സ്ഥാപനത്തിന്റെ പേര് ശ്രീനാരായണ ഗുരു, കേരള നവോത്ഥാനത്തിന്റെ പിതാവിന്റെ പേരിൽ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കേരളത്തില് ആദ്യം ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് കൊടുക്കാൻ കഴിയുന്ന പേര് കേരളത്തെ സംബന്ധിച്ച് ആരുടെ പേരാണ്? ആരുടെ പേരാണ്? എല്ലാരും ചത്ത സ്റ്റിക്കറായ? എന്തേലും ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും മിണ്ടത്തുമില്ല. ശ്രീനാരായണ ഗുരുവിന്റെ പേര് തന്നെയാണ് കൊടുക്കേണ്ടത് ആദ്യം എവിടെ ആയാലും. പിന്നെ എനിക്ക് തോന്നുന്നു എല്ലായിടത്തും ഈ SNHS സ്കൂളുകളൊക്കെ ഉള്ളത് കൊണ്ടാകാം വിദ്യാഭ്യാസ മേഖലയില് ശ്രീനാരായണ ഗുരുദേവന്റെ പേര് കൊടുക്കാത്തത്. ഇനി അയ്യങ്കാളിക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അയ്യങ്കാളിയുടെ ഒക്കെ പേരുകളൊക്കെ ഇപ്പൊ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഒക്ടോബർ 2 കൊല്ലത്താണ് സർവകലാശാല നിലവിൽ വന്നത്. ഏതു പ്രായത്തിലുള്ളവർക്കും ഉന്നത പഠനത്തിന് അവസരം ലഭിക്കും. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ സർവകലാശാല കൂടാതെ രാജ്യത്തെ 15ാമത്തെ സർവകലാശാലയാകും. ചിലപ്പോൾ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി രാജ്യത്തെ എത്രാമത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രാമത്തെയാണ്? 15ാമത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി. തുടങ്ങിയിട്ട് എനിക്ക് ഏതെങ്കിലും ഒരു PG കോഴ്സ് ഏതെങ്കിലും ഒക്കെ ചെയ്യണം. ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് വെറുതെ, അതായത് നിങ്ങളെ സംബന്ധിച്ച് ജോലി കിട്ടിയാലും ഏതെങ്കിലും ഒരു PG, ഒരു സബ്ജക്റ്റിൽ ഏതെങ്കിലും ഒരു PG നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യമുള്ള ഹിസ്റ്ററിയോ അല്ലെങ്കിൽ ഈ പറയുന്ന പൊളിറ്റിക്കൽ സയൻസോ വെറുതെ രജിസ്റ്റർ ചെയ്തിട്ടാൽ മതി. എന്നിട്ട് പറ്റുന്ന സമയത്തൊക്കെ എഴുതിയെടുത്താൽ മതി. ഒരു പഠിക്കാനും പറ്റും. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ജീവിതത്തിൽ ഇതൊക്കെ അച്ചീവ്മെന്റ് ചെയ്തിട്ടുണ്ട് എന്ന് വരുന്ന തലമുറ, നമ്മളെ മക്കളൊക്കെ നമ്മൾ
കാണിക്കുന്ന ആ മാർഗം കാണും. അപ്പൊ അവരും PG എടുക്കും, മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുത്തും. ടീച്ചിങ് ഫീൽഡിലൊക്കെ നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് എളുപ്പമാണ്. പറ്റുന്ന സ്ഥലത്തൊക്കെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളുക. തുച്ഛമായിട്ടുള്ള പൈസയെ ആവുള്ളൂ, കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, കുറെ സമൂഹത്തിലേക്ക് ഇടപെടാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ചെയ്യാം. അടുത്ത എവിടെ ഇത്രയും പഠിച്ചത് തന്നെ ഇനി ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. ഇനി അതിൻ്റെ ഇടയിലാണ് ഇനി അടുത്തൊരു PG ചെയ്യാൻ പോണത്, അല്ലെ? സാറിന്റെ പണി നോക്ക് സാറേ എന്ന് വിചാരിക്കുന്നവരുണ്ടാകും. ഇതിനകത്ത് കുഴപ്പമില്ല, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ഇത് ഇറ്റാലിയൻ ഹൂ റിഗാർഡഡ് ആസ് ദ ഫാദർ ഓഫ് ഹ്യൂമനിസം. പെട്രാർക്കിനെയാണ് നമ്മൾ എന്താണ് ഫാദർ ഓഫ് ഹ്യൂമനിസം എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഫാദർ ഓഫ് ഹ്യൂമനിസം എന്നറിയപ്പെടുന്നത് പെട്രാർക്കിനെയാണ് എന്നുള്ളത് ഓർത്തോളുക. ഇനി അടുത്തത് ദ ടു പില്ലേഴ്സ് ഓഫ് ഗാന്ധിയൻ ഫിലോസഫി. ഗാന്ധിയൻ ഫിലോസഫിയുടെ രണ്ട് തൂണുകൾ. ഹീറോയിസം, ഫാസ്റ്റിംഗ് ആൻഡ് പ്രേയിങ്, ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ്. ഏതാ? അഹിംസയുമാണ് അല്ലെ ഗാന്ധിയൻ ഫിലോസഫി എന്ന് പറയുന്നത്. ശരിക്കും ഗാന്ധിജിയുടെ ഗുരുവായിട്ട് നമ്മൾ കൺസെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാ? ഗോപാലകൃഷ്ണ ഇന്ത്യയിലെ അല്ല, വേൾഡിലും ഗാന്ധിയുടെ ഈ പറയുന്ന ട്രൂത്ത്, നോൺ വയലൻസ്, സിവിൽ ഡിസൊബീഡിയൻസ് ഇങ്ങനെയുള്ള ആശയങ്ങൾ കടം കൊള്ളുന്നത്. ഗാന്ധി ഇന്ത്യയിലേക്ക് വരുന്നത് മൂന്ന് ഗുരുക്കന്മാരെയും കൊണ്ടാണ് ഗാന്ധി വരുന്നത്. ഒന്ന് ടോൾസ്റ്റോയ്, രണ്ട് ഹെൻറി ഡേവിഡ് തോറോ. ഒന്ന് ടോൾസ്റ്റോയ്, ഹെൻറി ഡേവിഡ് തോറോ, ജോൺ റസ്കിൻ. കേട്ടോ, ജോൺ റസ്കിൻ, ഹെൻറി ഡേവിഡ് തോറോ, ഇങ്ങനെ മൂന്ന് പേരുമായിട്ടാണ് ആര് വരുന്നത്? ഗാന്ധിജി ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്. മനസ്സിലായോ? ഇന്ത്യയിലെ രാഷ്ട്രീയ ഗുരുവാണ് ഗാന്ധിയുടെ. പൊളിറ്റിക്കൽ ടീച്ചറാണ് ആര്? ഈ പറയുന്ന ഗോപാലകൃഷ്ണ ഗോഖലെ. നിങ്ങൾ ആദ്യം ഗാന്ധിജിയുടെ ഗുരു ആരെന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ഗാന്ധിജിയുടെ മോഡൽസ്, റോൾ മോഡൽസ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരാണ്. ഗാന്ധിജിക്ക് ഇവരെ റോൾ മോഡൽസ് ഉണ്ട്. പിന്നെ നമുക്ക് റോൾ മോഡൽസ് ഉണ്ടാവുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഗാന്ധിജി പല കാര്യങ്ങളും പഠിച്ച്, പലയിടത്തുനിന്ന് പല കാര്യങ്ങളൊക്കെ തന്നെ പഠിച്ച് ഇന്ത്യയിൽ കൊണ്ടുവന്ന് സ്വന്തമായിട്ട് എന്ത് ചെയ്തു? ഉണ്ടാക്കി എടുത്തെടുത്താണ് ഗാന്ധിയായി മാറിയത്. ഗാന്ധിജിയെ സംബന്ധിച്ച് ഗാന്ധിജിക്ക് ഒരുപാട് നെഗറ്റീവ് ഉണ്ട്. നെഗറ്റീവിനേക്കാൾ പോസിറ്റീവാണ് ഗാന്ധിജിക്കുള്ളത്. അതുകൊണ്ട് നമ്മൾ ആ പോസിറ്റീവാണ് കൂടുതൽ എടുക്കാൻ ശ്രമിക്കാറ്. ഗാന്ധിജി ആയിരുന്നു എന്നുള്ളതാണ്, അല്ലെ? മൈ മെസ്സേജ്, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ അനുയായികളെ ഉണ്ടാക്കിയെടുത്തത് ആരാണ്? ഈ പറയുന്ന ഗാന്ധിജിയാണ്. ഓക്കെ, ദ ഹോംലാൻഡ് ഓഫ് റിനൈസൻസ് മൂവ്മെന്റ് ഇൻ യൂറോപ്പ്. ഇറ്റലി, ഇറ്റലി, ഇംഗ്ലണ്ട്. ഇറ്റലിയാണ് നവോത്ഥാനത്തിന്റെ ഹോംലാൻഡ് എന്ന് അറിയപ്പെടുന്നത്. ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് യൂറോപ്പില് ഇറ്റലിയാണ്. ഇതൊക്കെ മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്, PSC മുമ്പ് ചോദിച്ചതാണ്. പിന്നെ 2020 ഏപ്രിൽ 1 കറണ്ട് അഫയേഴ്സ് ആണ്, അതുകൂടെ നമുക്ക് നോക്കിയിട്ട് നിർത്താം. അതായത് ലയനം, ബാങ്കുകൾ ലയിപ്പിച്ച്, ഇപ്പൊ നിലവില് 12 ബാങ്കേ ഉള്ളൂ. ഇനി ലയിപ്പിച്ച് ഒന്നേ കാണുള്ളൂ. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം. 2020 ഏപ്രിൽ 1 ലയനം നടന്ന ബാങ്കുകൾ ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് പ്ലസ് യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആക്കി. സിൻഡിക്കേറ്റ് ബാങ്കിനെ എടുത്ത് കാനറ ബാങ്കിൽ ലയിപ്പിച്ചു. ആന്ധ്ര ബാങ്കിനെയും കോർപ്പറേഷൻ ബാങ്കിനെയും കൂടെ യൂണിയൻ ബാങ്കിൽ ലയിപ്പിച്ചു. അലഹബാദ് ബാങ്കിനെ എടുത്ത് ഇന്ത്യൻ ബാങ്കിൽ ലയിപ്പിച്ചു. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇന്ത്യയിൽ നിലവിലുള്ള പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം 12 ആണ്. ഇത് പ്രഖ്യാപിച്ച കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനാണ്.
നിങ്ങൾക്ക് ഈ നിർമ്മല സീതാരാമനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ധനകാര്യത്തിൽ എങ്ങനെയുണ്ട് ഒരു കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ? ഫിനാൻസ് മിനിസ്റ്റർ എന്നുള്ള ലെവലിൽ പെർഫെക്റ്റ് ആണോ? പവർ ആണോ? ഇങ്ങനെ പോവാണെങ്കിൽ ഇന്ത്യയിൽ ബാക്കിയൊന്നും ഉണ്ടാവില്ല. കേട്ടില്ല. അല്ല അല്ല മോദി സർക്കാരിന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാത്തിലും ഭയങ്കര ഹൈലൈറ്റ് സാധനങ്ങളാണ്. അതായത് എല്ലാ കാര്യങ്ങളിലും എടുത്തു കാണിക്കാനൊക്കെ നല്ല രീതിയിൽ മൻമോഹനെ പോലെയൊന്നുമല്ല. മൻമോഹന്റെ സമയത്ത് ഞാൻ മൻമോഹൻ അങ്ങനെ ഒരു പ്രൈം മിനിസ്റ്റർ ഒരു രാഷ്ട്രീയക്കാരനല്ലാത്തതിന്റെ കുറച്ച് വർഷങ്ങളൊക്കെ മൻമോഹൻ ഉണ്ടായിരുന്നു. പക്ഷെ അഡ്മിനിസ്ട്രേഷന്റെ കാര്യത്തിൽ മൻമോഹനും ചിദംബരം അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ പഠിച്ച ടീമുകളാണ്. ഇപ്പൊ നമ്മുടെ നിർമ്മല സീതാരാമൻ ധനകാര്യമന്ത്രിയാണ്. പക്ഷെ JNU എന്നാണ് അവര് പഠിച്ചിറങ്ങിയത്. ഇവരുടെ UPA സർക്കാരിലെ ധനകാര്യമന്ത്രി എന്ന് പറഞ്ഞാൽ P. ചിദംബരമാണ്. P. ചിദംബരം എന്ന് പറഞ്ഞാൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ MBA പ്രൊഡക്റ്റ് ആണ്. അപ്പൊ വ്യത്യാസമുണ്ട്. മൻമോഹൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സ്ഫോർഡിന്റെ പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഈ കോൺഗ്രസിനകത്തുള്ള UPAക്കകത്തുള്ള എല്ലാ ആൾക്കാരും ഭയങ്കര അക്കാഡമിക് ലെവൽ ഭയങ്കര BJPക്കകത്ത് അക്കാഡമിക്സ് ഉണ്ട്. അങ്ങനെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നപ്പോ നിർമ്മല സീതാരാമൻ ഇവിടെ പഠിച്ചതാണ്. പിന്നെ S. ജയശങ്കർ ഫോറിൻ സെക്രട്ടറി ആയിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഉണ്ട്. മറ്റവര് കുറെ കൂടി അക്കാഡമിക്സ് ആയിരുന്നു, ഇവര് കുറെ കൂടി രാഷ്ട്രീയം. മറ്റേത് UPAയിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയക്കാരെല്ലാം പിന്നെ നല്ലപോലെ കക്ക അറിയാവുന്നതുകൊണ്ട് അവര് കുറെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി. അപ്പൊ ഇതാണ് പ്രശ്നം. കുഴപ്പമില്ല, ഇവർക്ക് ഒരു ചാൻസ് കൂടെ കൊടുക്കുമ്പോ ഇവര് കുറെ കൂടി സെറ്റായി പഠിച്ചു വരും. ഓക്കെ, അപ്പം നമ്മള് ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. നമുക്കിനി അടുത്ത ദിവസം എന്താണ് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോടെ? കുറെ ചോദ്യങ്ങൾ മുമ്പത്തെ കേട്ടില്ല. മനസ്സിലായി സാർ. എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പറയാം, ചോദിക്കാം. മറ്റേ സംസാരിക്കുമ്പോൾ ഗിത്താർ വായിക്കും പോലെയാണ്, ഗിത്താറാണ് കേൾക്കുന്നത്. അറിയാലോ, മറ്റേ ഇങ്ങനെ പറഞ്ഞിട്ട് കൂടി ചില കമ്പികളിലൊക്കെ ഇങ്ങനെ തട്ടുന്നു. അതേപോലെ ഞാനിന്ന് ശരിക്കും റെസ്റ്റ് എടുക്കാനായിട്ട് ഇരുന്നാണ് കേട്ടോ. കാരണം ഈ തൊണ്ട വേദന, അതായത് കഴിഞ്ഞ ദിവസം, അതായത് ഞാൻ മെനിഞ്ഞാന്ന് മുതൽ റെസ്റ്റ് ആയിരുന്നു. അപ്പൊ ഈ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ നമ്മൾ പലയിടത്തും കയറിയൊക്കെ സംസാരിക്കും, ചില ക്ലബ് ഹൗസ് ഡിസ്കഷൻ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ സംസാരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രശ്നം, പിന്നെ ഈ തണുപ്പിന്റെ ഒരു പ്രശ്നം, തൊണ്ട ഭയങ്കര കുത്തലായിരുന്നു, തൊണ്ട ഭയങ്കര വേദന. പക്ഷെ അത് ഇന്നലെ രാത്രി ആയപ്പോ കുറെ, പക്ഷെ ഇന്ന് രാവിലെ മുതൽ കുറച്ച് കുറവുണ്ട്. അപ്പൊ ഞാൻ റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചാൽ പിന്നെ എല്ലാ ദിവസവും തിങ്കളാഴ്ച ക്ലാസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എടുക്കും. ഇനി ഏതെങ്കിലും ഗുളിക വാങ്ങിക്കഴിക്കുമ്പോ സെറ്റാണ്. ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? ടെലഗ്രാമില് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല സർ. എന്താണ് കേട്ടില്ല? ഹലോ സർ, ഞാൻ PSC ബ്രെയിൻസ് എന്ന് സെർച്ച് ചെയ്താൽ മതി, കിട്ടുമല്ലോ. സാർ ഒന്നും കൂടി പറയാമോ? PSC ലിങ്ക് ഇട്ടിട്ടുണ്ട്, ഇവിടെ മെസ്സേജിൽ നോക്കൂ. PSC ബ്രെയിൻസ്, BRAINS കിട്ടിയിട്ടുണ്ടായിരിക്കും. മനസ്സിലായി സാർ. സൈറ്റ് കാൺ ബി റീച്ച്ഡ് എന്ന് കാണിക്കുന്നു. അല്ലെങ്കിൽ എന്റെ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ ആഡ് ചെയ്തോളാം. വാട്സപ്പിലെങ്ങാനും നിങ്ങൾ ഇട്ടാൽ മതി. ഇതാണ് നമ്പർ 9961231715. ഓക്കെ, ഓക്കെ. അപ്പൊ എല്ലാ ആൾക്കാർക്കും അടുത്ത ദിവസം കാണാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ. Yes, sir.